Dear students, welcome to another lecture of Mechanics of Solids. ഇതിൽ നമ്മൾ പഠിക്കുന്നത് മോർ സർക്കിൾ ആണ്. മോർ സർക്കിൾ MOHR ഓക്കെ. മോർ സർക്കിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു 5th മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് ഉണ്ടല്ലോ, അതായത് സ്ട്രെസ്സസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്, മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാകുന്ന പ്ലെയിനുകൾ, ഈ ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മോർ സർക്കിൾ പഠിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഉണ്ടാവുന്ന നോർമൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും കണ്ടുപിടിക്കുന്ന ഇക്വേഷനും, പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള സിഗ്മ 1 മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്, അതിൻ്റെ 2 പ്ലെയിനുകൾ, പിന്നെ മാക്സിമം അല്ലെങ്കിൽ മാക്സിമം ടാൻജൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകുന്ന പോയിന്റുകൾ, അതിൻ്റെ 2 പ്ലെയിനുകൾ. ഇങ്ങനെ ഈ കണ്ടുപിടിക്കുന്ന ഇപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പഠിച്ച ഈ 2 സംഭവങ്ങളും, സിഗ്മ എന്നും സിഗ്മ ടിയും, സിഗ്മ 1 സിഗ്മ 2 ടാൻ, ഈ എല്ലാ വാല്യൂസും ഈ ഒരൊറ്റ മോർ സർക്കിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ടോപ്പിക്കും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് മോർ സർക്കിൾ യൂസ് ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 2 ടോപ്പിക്ക് പഠിക്കാൻ പറ്റില്ല, അതിൻ്റെ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടോപ്പിക്കിൽ മോർ സർക്കിൾ മാത്രം പഠിച്ചാൽ മതി. ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല ഏത് മെത്തേഡിൽ ചെയ്യണമെന്ന്. ഒരൊറ്റ പേജിൽ ഒരൊറ്റ ഫിഗറിൽ ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ച കുട്ടികളുടെ ഫുൾ മാർക്ക്, അതായത് 15 അല്ലെങ്കിൽ 20 മാർക്സ് ഫുള്ള് കംപ്ലീറ്റ് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏത് മെത്തേഡാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മോർ സർക്കിൾ യൂസ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ കുറച്ചൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. മോർ സർക്കിൾ എങ്ങനെയെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു എല്ലാ വാല്യൂസും, അതായത് നമുക്ക് ആ ഒരു സ്ട്രെസ്സസ് ഓൺ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമ്മൾ പഠിച്ച എല്ലാ ടോപ്പിക്സും നമുക്ക് ഈ മോർ സർക്കിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല. നമുക്കിങ്ങനെ ഒരു പ്രോബ്ലം ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം. എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ അതിൻ്റെ പ്രൊസീജിയർ പറയാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് മോർ സർക്കിൾ എന്താണെന്നറിയാം. മോർ സർക്കിളിലെ ഈ ഒരു ഫിഗർ ഉണ്ടല്ലോ, ഇത് റെഫറൻസ് ഫിഗറാണ് കേട്ടോ. നമുക്ക് ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫിഗറുകളാണ് നമ്മൾ റെഫറൻസ് ഫിഗർ എന്ന് പറയുന്നത്. ഇതിൽ പല കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പ്രൊസീജിയർ ഒന്ന് സ്പീഡിൽ വളരെ പെട്ടെന്നൊന്ന് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫിഗർ ഉണ്ടാവില്ലേ. അപ്പോൾ ഇൻ കേസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് വിചാരിക്കാം. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ്. അതായത് സ്ട്രെസ്സസ് ഓൺ ഇൻക്ലൈൻ, ഈ 45 ഡിഗ്രി ആംഗിൾ ഇൻക്ലിനേഷനിലുള്ള സിഗ്മ എൻ കാണാനും സിഗ്മ ടി കാണാനും ആദ്യത്തെ സെറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സെയിം പ്രോബ്ലത്തിൻ്റെ തന്നെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും, ഇതിൻ്റെ തന്നെ തീറ്റ 1ഉം തീറ്റ 2ഉം, അത് കഴിഞ്ഞിട്ട് സിഗ്മ ടി മാക്സിമം ആവുന്ന പ്ലെയിൻ എവിടെയാണെന്നും അതിൻ്റെ മാക്സിമം വാല്യൂവും അതിൻ്റെ തീറ്റ 1ഉം തീറ്റ 2, ഇങ്ങനെ 1 2 3 4 5 6 7 8 9 വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് പറ്റും. ഈ ഫുൾ വാല്യൂസ്, ഈ 2 വാല്യൂസും ഈ ബാക്കിയുള്ള 7 വാല്യൂസും നമുക്ക് മോർ സർക്കിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അത് വരയ്ക്കേണ്ട ക്വസ്റ്റ്യൻ്റെ ഫിഗറാണിത്. ഇതിൻ്റെ മുന്നേ എന്തെങ്കിലും എലമെൻ്റ് സബ്ജക്റ്റ് ടു അണ്ടർ ബൈ ആക്സിൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു പാരഗ്രാഫിലുള്ളതുണ്ടാവും. മുന്നേ കണ്ടിട്ടുള്ള അതേ ഇക്വേഷൻസ് തന്നെ അല്ലെങ്കിൽ അതേ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവും. അത് നോക്കണ്ട, നമ്മളെ റെഫറൻസ് ഫിഗർ ഇതാണ്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഡാറ്റാസാണ് കിട്ടുക? സിഗ്മ എക്സ് കിട്ടൂല്ലേ. രണ്ടും ടെൻഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു 80 എന്നും സിഗ്മ വൈ ഇസ് ഈക്വൽ ടു 40 എന്നും എഴുതും. പിന്നെ ഇതിൻ്റെ ക്യൂ എന്ന് പറയുന്നത് 60 ആണ്, ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 45 ആണ്. ഈ റെഫറൻസ് ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ വരക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്ന ഡാറ്റാസ് എന്തൊക്കെയായിരിക്കും? സിഗ്മ എക്സിൻ്റെ വാല്യൂ അറിയാം, സിഗ്മ വൈൻ്റെ വാല്യൂ അറിയാം, ക്യൂവിൻ്റെ വാല്യൂ അറിയാം. നമ്മൾ OA ഫസ്റ്റ് തന്നെ ഫിഗർ വരക്കാൻ പോകുന്നതാണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ റെഫറൻസ് ആയിട്ട് ഒരു ലൈൻ വരച്ചു, സെൻറ്ററിൽ കൂടെ നമ്മളൊരു ലൈൻ വരച്ചു. എന്നിട്ട് ഇവിടെ കുറച്ചൊരു വല്ലാതെ എൻഡിലേക്കാവരുത്, കുറച്ചൊരു 1/4 നമ്മൾ O എന്ന് പറഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ഒരു OA നമുക്ക് മാർക്ക് ചെയ്യണം. OA എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് സിഗ്മ എക്സിനെയാണ്. അതേപോലെ നമുക്കൊരു OB മാർക്ക് ചെയ്യണം. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സിഗ്മ വൈനെയാണ്. നമ്മളുടെ ഈ ക്വസ്റ്റ്യനിൽ സിഗ്മ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്.
സിഗ്മ വൈ എന്ന് പറയുന്നത് എന്താ 40 ആണ്. അപ്പോൾ നമുക്ക് സ്കെയിലിൽ ഈ 80 40 ഒന്നും എടുക്കാൻ പറ്റൂല അല്ലേ. നമ്മൾ സാധാരണ ഡ്രോയിങ് ഒക്കെ വരക്കുമ്പോൾ സ്കെയിൽ ഡൗൺ ചെയ്തിട്ട് വരക്കൂലേ. അതായത് 80 ഉള്ളത് നമുക്ക് 8 ആക്കി വരക്കാം 1:10 എന്നുള്ള റേഷ്യോയിൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1:10 എന്നുള്ള സ്കെയിലിങ് ആക്കിയിട്ട് സ്കെയിൽ ഡൗൺ ചെയ്തിട്ടാണ് വരക്കുന്നത്. 80 ഉള്ളിടത്തൊക്കെ ഞാൻ 8ഉം 40 ഉള്ളിടത്തൊക്കെ ഞാൻ 4ഉം 60 ഉള്ളിടത്തൊക്കെ ഞാൻ 6 ഒക്കെ ആക്കിയിട്ടാണ് വരക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മാർക്ക് ചെയ്യുന്നത് OA ആണ്. സിഗ്മ എക്സ് ഈക്വൽ ടു 40 ആയതുകൊണ്ട് OA എന്ന് പറയുന്നത് 80 ആണ്. ഞാൻ ഈ ഇതിൽ 8 മാർക്ക് ചെയ്തു. OA, ഈ പോയിന്റ് A. അടുത്ത ഞാൻ മാർക്ക് ചെയ്യുന്നത് സിഗ്മ വൈ ആണ്. അത് 40 ആണ്. ഞാൻ സ്കെയിലിൽ എന്ത് മാർക്ക് ചെയ്തു? 4 മാർക്ക് ചെയ്തു. ദാറ്റ് ഈസ് പോയിന്റ് B. OA മാർക്ക് ചെയ്തു, OB മാർക്ക് ചെയ്തു. ഇനി നമ്മൾ അടുത്തത് മാർക്ക് ചെയ്യുന്നത് Q ആണ്. ദാറ്റ് ഈസ് ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് 60. ഇതിൻ്റെ ഡയറക്ഷൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ള അതേ ഡയറക്ഷൻസ് ആണ്. പ്ലസും മൈനസും ഒന്നും മാറുന്നില്ല. +60 തന്നെയാണ്. 60നെ നമ്മൾ എന്താക്കി വരക്കണം? 6 ആക്കി സ്കെയിൽ ഡൗൺ ചെയ്യണം. 6 വരക്കുന്നത് ഇവിടുന്ന് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ റെഫർ ചെയ്ത് അതേ ഡയറക്ഷൻ ആണല്ലോ. അതായത് ടോപ്പിൽ റൈറ്റ് ഡയറക്ഷൻക്കാണല്ലോ സ്ട്രെയിൻ വരുന്നത്, അല്ലെങ്കിൽ ഷിയർ വരുന്നത് 60. അതുകൊണ്ട് നമ്മൾ പഠിച്ച അതേ ഡയറക്ഷനിലാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ എയിൽ നിന്നും താഴേക്ക്, അതായത് ക്ലോക്ക് വൈസ് ഷിയർ ആണല്ലോ ഉണ്ടാക്കുന്നത് എന്നുള്ള അസംഷനിൽ എയിൽ നിന്നും താഴേക്ക് നമ്മൾ 6 മാർക്ക് ചെയ്തു. സി എന്ന് പറഞ്ഞൊരു പോയിന്റ്. എയിൽ നിന്നും താഴേക്ക് സി എന്ന് പറഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്തു. അതേപോലെ ബിയിൽ നിന്നും മുകളിലേക്ക് 6 മാർക്ക് ചെയ്തു. ആ പോയിന്റിന്റെ പേര് ഡി എന്ന് കൊടുത്തു. ഓക്കെ, എന്താ ചെയ്തത്? OA OB മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ 2 പോയിന്റുകൾ അഡീഷണൽ മാർക്ക് ചെയ്തു. ദാറ്റ് ഈസ് AC ആൻഡ് BD. ACൻ്റെ BDൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Q ആണ്, ഷിയർ ആണ്. ദാറ്റ് ഈസ് നോർമലി നമ്മൾ ഇങ്ങനത്തെ ഫിഗർ ആണെന്നുണ്ടെങ്കിൽ എയിൽ നിന്നും താഴേക്കും ബിയിൽ നിന്നും മുകളിലേക്കും. ഇനി ഇൻ കേസ് നമ്മൾ ഈ ഫിഗർ പണ്ട് പഠിച്ച പോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമുക്ക് ഈ ഫിഗർ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നത്. ഇതിൻ്റെ 40 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ. അതായത് നോർമൽ ആയിട്ടുള്ള ക്ലോക്ക് വൈസ് മൊമെൻറ്റിന് പകരം ബാക്കിലേക്കാണ് തന്നത്. അപ്പോൾ ഈ 40 ആണ് നമ്മൾ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എയിൽ നിന്ന് താഴേക്ക് സി മാർക്ക് ചെയ്യണ പകരം എയിൽ നിന്ന് സി മുകളിലേക്കും ബിയിൽ നിന്ന് താഴേക്കും മാർക്ക് ചെയ്യണം. അടുത്ത പ്രോബ്ലത്തിൽ നമ്മളത് റെഫർ ചെയ്യേണ്ട, ഡോണ്ട് വറി. ഓക്കെ, മാർക്ക് ചെയ്തു. ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സിയും ഡിയും പോയിന്റുകൾ കൂട്ടി യോജിപ്പിക്കലാണ്. CD എന്ന് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആക്യുറേറ്റ് ആയാലും നമ്മൾ വാല്യൂസ് അതേപോലെ കറക്റ്റിൽ കിട്ടുവേ. CD മാർക്ക് ചെയ്തു. ഇതിനൊരു സെൻറ്റർ പോയിന്റ് കിട്ടി. ഈ സെൻറ്റർ പോയിന്റിന് ഞാൻ E എന്ന് പേര് കൊടുത്തു. ഇനിയാണ് നമ്മൾ സർക്കിൾ വരക്കുന്നത്. OA OB അതേപോലെ Q മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു ക്രോസ് ലൈൻ വരച്ചാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ സെൻറ്റർ, ഈ ഈനെ സെൻറ്റർ ആക്കിയിട്ട് ഈ D അല്ലെങ്കിൽ C രണ്ടും ഏകദേശം സെയിം ലെങ്ത് ആയിരിക്കും. D അല്ലെങ്കിൽ C, ED അല്ലെങ്കിൽ ECനെ റെഫർ ചെയ്തിട്ട് ഒരു സർക്കിൾ വരക്കുക. ഓക്കെ, ED അല്ലെങ്കിൽ ECനെ റേഡിയസ് ആക്കി റെഫർ ചെയ്തിട്ട് റെഫറൻസ് കൊടുത്തിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിൽ ഈ നമ്മളെ ഗ്രീൻ ലൈന്, മെയിൻ ഹൊറിസോണ്ടൽ ലൈന് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റും നമ്മൾ മാർക്ക് ചെയ്തു. ഈ പോയിന്റും മാർക്ക് ചെയ്തു. ഓക്കെ, ഇതിൽ ഈ പോയിന്റിനെ നമ്മൾ G എന്നും വിളിച്ചു, ഈ പോയിന്റിനെ H എന്നും വിളിച്ചു. ഇതാണ് O എന്ന് പറഞ്ഞ പോയിന്റ്. ഇതിൻ്റെ കുറച്ച് പിന്നിക്കാണ് നമ്മൾ H എന്ന് പറഞ്ഞ പോയിന്റ്. അത് ഞാൻ ആ ഡോട്ട് ഇട്ടപ്പോൾ കുറച്ച് തിക്കായി പോയതാണ്. പിന്നിൽ കൂടെയാണ് കേട്ടോ അത് പോണത്. OG എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തു.
ക്ലിയർ ആണല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ. നമ്മൾ ഡ്രോയിങ് തീർന്നു. ഇതിൽ തന്നെ നമുക്ക് ഒരുവിധം മാർക്കുകളൊക്കെ കിട്ടും. ഫസ്റ്റ് നമുക്ക് ഇനി ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന വാല്യൂസ് എന്ന് പറയുന്നത് σ1, ദാറ്റ് ഈസ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ. σ2ൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ. ദെൻ വി ആർ ഗോയിങ് ടു ഗെറ്റ് θ1 ആൻഡ് θ2. θ1ഉം കിട്ടും, θ2 കിട്ടും. ഇത്രയും വരച്ചാൽ തന്നെ നമുക്ക് ഇത്രയും വലിയ വാല്യൂസ് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം σ1 ആണ്. σ1 എന്ന് പറയുന്നത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഹിയർ വി ടേക്കൺ ആസ് OG മെഷർമെൻറ്റിനെയാണ് നമ്മൾ മേജർ O തൊട്ട് G വരെയുള്ള ഡിസ്റ്റൻസ്. O തൊട്ട് G വരെയുള്ള ഡിസ്റ്റൻസ് എനിക്ക് 12.2 ആണ് കിട്ടിയത്, വിച്ച് ഇസ് ഈക്വൽ ടു 12.2 മെഷർമെൻറ്റ്, ഡയറക്റ്റ് മെഷർമെൻറ്റ്. അതേപോലെ σ2 എന്ന് പറയുന്നത് OHനെയാണ്, അതായത് ഈ രണ്ട് എൻഡിലും മീറ്റ് ചെയ്ത പോയിന്റ് ഇല്ലേ, OH എന്ന് പറയുന്നത് 0നെക്കാളും കുറച്ച് പിന്നിക്കാണ് എനിക്ക് കിട്ടിയത്. അത് വലിയ ഡോട്ട് ആയതുകൊണ്ട് കുറച്ച് പിന്നിക്കാണ്, നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടും. എനിക്ക് കിട്ടിയത് ഒരു 3.5 അങ്ങനെ എന്തോ ആണ്, 3 എന്തോ ആണ്. അതായത് ഒന്ന് ലെഫ്റ്റ് സൈഡൊക്കെ ആയതുകൊണ്ട് ഞാൻ അതിനെ -3 എന്ന് വിളിച്ചു, അല്ല -0.3 ആണ് കിട്ടിയത്. 3 എന്ന് പറയുന്നത് ഇതല്ലേ, എനിക്ക് -0.3 ആണ് കിട്ടിയത്. അപ്പോൾ -0.3 എന്ന് എഴുതി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 8ലുള്ളടുത്ത് 8ഉം 40ലുള്ളടുത്ത് 4ഉം ഒക്കെ അല്ലേ വരച്ചത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 12.2 ആണെങ്കിൽ ഒറിജിനൽ വാല്യൂ എന്തായിരിക്കും വരിക, ഇത് 122 ആയിരിക്കും വരിക. -0.3 എന്ന് പറയുന്നത് ഇത് എന്തായിരിക്കും വരിക, -3 ആയിരിക്കും വരിക. അത്രയും Nm/mm², അത്രയും Nm/mm². നമ്മൾ ഈ പ്രോബ്ലം മുന്നെപ്പോഴോ ചെയ്തിട്ടുണ്ട് അല്ലേ, നമുക്ക് അതേ ആൻസർ ആണോ കിട്ടുന്നതെന്ന് റെഫർ ചെയ്യാം. നമ്മൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഈ സെയിം ക്വസ്റ്റ്യനെ നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയത് 123.24ഉം മൈനറിന് കിട്ടിയത് -3.24 ആണ്. അപ്പോൾ ഇതിനയുടെ ഏകദേശം അടുത്ത വാല്യൂ 123ക്ക് പകരം 122 എന്നും 3.24ന് പകരം -3 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കറക്റ്റാണ്. നോക്കി, ഈ വലിയ ഇക്വേഷൻ ഒന്നും ബൈ ഹാർട്ട് പഠിക്കണ്ട. ഈ മോർ സർക്കിളിൽ ഒരു സർക്കിൾ വരച്ചാൽ തന്നെ കിട്ടും. അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് പഠിച്ചാൽ മതി. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മേജറിൻ്റെയും മൈനറിൻ്റെയും തീറ്റകളാണ്. മേജറിൻ്റെയും മൈനറിൻ്റെയും തീറ്റകൾ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് മോർ സർക്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്. മോർ സർക്കിളിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ മോർ സർക്കിളിൽ നോർമലി നമ്മൾക്ക് കിട്ടുന്ന ആംഗിളിനേക്കാളും ഡബിൾ ആയിട്ടുള്ള ആംഗിളാണ് ഈ മോർ സർക്കിൾ കാണിക്കുക. അതായത് നമുക്കിപ്പോൾ 30 ഡിഗ്രിയാണ് കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ മോർ സർക്കിളിന് അത് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് 60 ഡിഗ്രി ആയിട്ടാണ് കിട്ടുക. അപ്പം ഏത് ആംഗിളും, എങ്ങനെ എടുക്കുന്ന ആംഗിളും മോർ സർക്കിളിൽ ഡബിൾ ആയിട്ടാണ് നമുക്ക് കാണിക്കുള്ളൂ. അതിനുള്ളൊരു റെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ED എന്ന് പറയുന്ന ലൈന് ശരിക്കും EC എന്ന് പറയുന്നത് X ആക്സിസും ED എന്ന് പറയുന്നത് Y ആക്സിസും ആണ്. നോർമൽ കേസിൽ ഒരു X ആക്സിസും Y ആക്സിസും എങ്ങനെ ഉണ്ടാവുക, 90 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിഫറൻസിലാണ് സാധാരണ ഒരു X ആക്സിസും Y ആക്സിസും എങ്ങനെ ഉണ്ടാവുക. X ഇങ്ങനെയാണെങ്കിൽ Y എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, 90 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിഫറൻസിലാണ് ഉണ്ടാവുക. ബട്ട് ഇവിടെ 90 ഡിഗ്രി ആംഗിളിന് പകരം X ആക്സിസും Y ആക്സിസും കിടക്കുന്നത് എങ്ങനെ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ്, 180 ഡിഗ്രിയിലാണ്. അതായത് 90 ഡിഗ്രി ആംഗിളിന് പകരം അതിൻ്റെ ഡബിൾ 180 ആയിട്ടാണ് നമ്മൾ മോർ സർക്കിൾ കാണിക്കുന്നത്. റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് ഈ ലൈനാണ്. ഈ ലൈനിനെ റെഫറൻസ് ചെയ്തിട്ടാണ് നമ്മൾ മോർ സർക്കിൾ വരച്ചത്. സോ EC ആൻഡ് ED ആർ ദ റെഫറൻസ് ലൈൻ. EC എന്ന് പറയുന്നത് X ആക്സിസും ED എന്ന് പറയുന്നത് Y ആക്സിസും ആണ്. അപ്പം ഞാൻ നമുക്ക് θ1ഉം θ2 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. θ1, അപ്പോൾ θ1 കിട്ടിയാൽ നമ്മൾ θ1 എന്ന് പറയുന്നത് എന്താ, മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ്. അതായത് ഈ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് കിട്ടുന്ന പ്ലെയിനിലേക്കുള്ള ആംഗിളാണ്. വിച്ച് മീൻസ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താ, OG ആണ്. നമ്മളെ റെഫറൻസ് ലൈൻ ഏതാ, ഈ EC ആണ് X ആക്സിസ്. അപ്പം ഞാൻ ഈ EC അപ്പോൾ ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിൾ EC OG എന്ന് പറഞ്ഞ ഈ ലൈൻ ഉണ്ടല്ലോ, OGൻ്റെ ഈ ഗ്രീൻ ലൈന്, EC OG എന്ന് പറഞ്ഞ ഗ്രീൻ ലൈനിലേക്കുള്ള ഈ ആംഗിളാണ് ഞാൻ മെഷർ ചെയ്യാൻ പോകുന്നത്.
അതിൻ്റെ വാല്യൂ, അതായത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സാണ് OG. ആ പ്ലെയിനിലേക്ക് റെഫറൻസ് ലൈനിൽ നിന്നുള്ള ആംഗിളാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നതായിരിക്കും എന്ത്, മേജർ പ്രിൻസിപ്പൽ പ്ലെയിനിൽ കിട്ടുന്ന ആംഗിൾ. പക്ഷേ അവിടെ കാണിക്കുന്നത് എന്തായിരിക്കും, നമ്മൾക്ക് കിട്ടേണ്ട ആംഗിളിനേക്കാളും ഡബിൾ വാല്യൂ ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഫിഗറിന് കിട്ടുന്നത് 2θ1 വാല്യൂ ആയിരിക്കും. 2θ1 എങ്ങനെ കിട്ടുക, ആംഗിൾ CEG മെഷർ ചെയ്യുമ്പോഴാണ് നമുക്ക് 2θ1 കിട്ടുക. വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഏകദേശം 71.5 അങ്ങനെ എന്തോ ആണ് വരുന്നത്. 71.5 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ θ1 വാല്യൂ എന്തായിരിക്കും വരിക, θ1 ഇസ് ഈക്വൽ ടു ഇതിൻ്റെ പകുതി 71.5 ഡിവൈഡഡ് ബൈ ഹാഫ് ഇസ് ഈക്വൽ ടു നമുക്ക് 35.7 അങ്ങനെ 75 അങ്ങനെ എന്തെങ്കിലും കിട്ടും. 75 ഡിഗ്രി. θ2 എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി, നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ θ1 + 90 ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് ആംഗിൾ മെഷർ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. ഏത് മെത്തേഡ് യൂസ് ചെയ്തു എന്നൊന്നും ആരും അറിയില്ല. വിച്ച് ഇസ് ഈക്വൽ ടു 125.75 അങ്ങനെ എന്തെങ്കിലും കിട്ടും. ഇതേ സെയിം ആംഗിളാണോ നമുക്ക് മുന്നേ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത് നമുക്ക് റെഫർ ചെയ്യാം. നമ്മൾ ഇക്വേഷനും 2θ tan ഇൻവേഴ്സ് ഒക്കെ വെച്ച് കിട്ടുമ്പോൾ കിട്ടിയ ആംഗിൾ 71.56 35.78 125.78 ഏകദേശം ഇതിനോട് മാച്ച് ആക്കിയിട്ടുള്ള ആൻസർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മളെ ആൻസേഴ്സും വരച്ച ഫിഗറൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ σ1 σ2 θ1 θ2 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് Tmax θ1 θ2, അതായത് നമ്മൾ ഷിയർ സ്ട്രെസ് ടാൻജൻഷ്യൽ സ്ട്രെസ്സിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടത്. ടാൻജൻഷ്യൽ സ്ട്രെസ്സിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പം ഇതെന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ് നമുക്കറിയാലോ. ഈ AC എന്ന് പറയുന്നത് Q ആണ്, നമ്മൾ മാർക്ക് ചെയ്തത് AC എന്ന് പറയുന്നത് Q ആണ്. ഈ Qൻ്റെ വാല്യൂ ഇങ്ങനെ ഈ ഗ്രീൻ ലൈനിൽ നിന്ന് ഈ സർക്കിളിലേക്ക് വരക്കുന്ന ഈ ലൈനുകൾ ഉണ്ടല്ലോ, ഈ ഗ്രീൻ ലൈനിൽ നിന്ന് സർക്കിളിലേക്ക് വരക്കുന്ന ഈ ലൈനുകൾ ഇങ്ങനെ വരക്കുന്നത്, അതായത് മോർ സർക്കിളിൻ്റെ ബൗണ്ടറിയിലേക്ക് വരക്കുന്ന ഈ ലൈനുകൾ ഉണ്ടല്ലോ, ഈ ഓരോ ലൈനുകളാണ് ക്യൂവിൻ്റെ പല പല വാല്യൂകൾ. ഓക്കെ, ഈ പ്ലെയിന് മാറുന്നതിനനുസരിച്ച് ക്യൂവിൻ്റെ പല പല വാല്യൂസാണ് എന്ത്, ഈ ലൈനുകൾ. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ ഈ സൈഡിലേക്ക് പോയി ഈ എൻഡിലെത്തുമ്പോഴാണ് എന്താവണത്, നമ്മൾ σTmax 0 ആവണത്. σT 0 ആവുന്ന പോയിന്റിനാണല്ലോ നമ്മൾ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ OG എന്ന് പറയുന്നത് മേജർ ആക്കി എടുത്തത്. അതേപോലെ ഈ പെൻസിൽ കൊണ്ട് വരച്ച ഈ ലൈനുകൾ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ 0 ആവുന്നത് എവിടെയാണ്, ഈ H എന്ന് പറഞ്ഞ പോയിന്റിലാണ്, വിച്ച് ഈസ് മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മാക്സിമം വാല്യൂ എവിടെയാണ് വരിക, ഇതിൻ്റെ സെൻറ്ററിൽ അല്ലേ, ഈ സർക്കിളിൻ്റെ സെൻറ്റർ കൂടെ മാർക്ക് ചെയ്യുന്നു. ഇതേപോലെ തന്നെ കേട്ടോ മുകളിൽ നിന്നുള്ളതും ഹാഫ് താഴെ ഭാഗത്ത് തന്നെ നോക്കണമെന്നില്ല. ഈ പോയിന്റ് J എന്നും ഈ പോയിന്റ് J എന്നും ഈ പോയിന്റ് K എന്നും എടുക്കും. എങ്ങനെ എടുക്കാൻ ഞാൻ റെഫർ ചെയ്തത് എടുത്തു എന്നേ ഉള്ളൂ. K എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മളെ σTmaximum എന്ന് പറയുന്നത് EJ അല്ലെങ്കിൽ EK ആണ്. EJ അല്ലെങ്കിൽ EKനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, σTmaximum. ഈ σTൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത് നമുക്ക് മെഷർ ചെയ്യാം. രണ്ടും ഏകദേശം സെയിം ആയിരിക്കും, which is equal to 62 ആണ് കിട്ടിയത്. 62 means 6.2 6.2 which will be is equal to നമ്മൾ യൂണിറ്റ് കൺവേർഷൻ നടത്തുമ്പോൾ, അതായത് 62നെയാണ് നമ്മൾക്ക് 6.2 എന്ന് കിട്ടുന്നത് Newton/mm². σTmax നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ അതാണ് കിട്ടിയെന്ന് നോക്കുക, അതാ 63.24. കുറച്ചൊക്കെ വാല്യൂവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഉണ്ടായി വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നതല്ലേ. കറക്റ്റ് ആക്യുറേറ്റ് കിട്ടണം എന്നാണ്, പക്ഷെ മാർക്കൊന്നും കുറയില്ല ഇത്രയും ഡിഫറൻസ് ഉണ്ടായാലും. σTmaximത്തിൻ്റെ വാല്യൂ ഡയറക്റ്റ് നമുക്ക് ഈ ഫിഗറിൽ തന്നെ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ തീറ്റൻ്റെ വാല്യൂ വേണം അല്ലേ, θ1ൻ്റെ വാല്യൂ വേണം, θ2ൻ്റെ വാല്യൂ വേണം. അപ്പോൾ നമുക്കറിയാലോ ഈ റെഫറൻസ് ലൈനിൽ നിന്ന്
ഇതാണല്ലോ നമ്മളെ ഇ ജെ എന്ന് പറയുന്നതാണല്ലോ ഒരു സിഗ്മ ടി മാക്സ് കിട്ടുന്ന സിഗ്മ ടി മാക്സ് കിട്ടുന്ന ഒരു ലൈൻ എന്ന് പറയുന്നത് ഈ ഇ ജെ ആണല്ലോ. നമ്മളെ റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത് ഈ ഇ സി ആണല്ലോ, ഓറഞ്ച് ലൈന്. ഈ ഇ സി എന്ന് പറഞ്ഞ റെഫറൻസ് ലൈനിൽ നിന്ന് നമുക്ക് സിഗ്മ ടി മാക്സിമം കിട്ടിയ ഈ വയലറ്റ് ലൈനിലേക്കുള്ള ഈ ആംഗിളാണ് നമുക്ക് എന്ത് കിട്ടുക, ഈ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഉള്ള പ്ലെയിന് കിട്ടുക. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ വാല്യൂ എന്ന് പറയുന്നത് മോർ സർക്കിളിൽ കിട്ടുന്നതെല്ലാം ഡബിൾ വാല്യൂ ആയിരിക്കും അല്ലേ. കിട്ടുന്ന വാല്യൂ നമുക്ക് വേണ്ട വാല്യൂസിൻ്റെ ഡബിൾ ആയിരിക്കും ഇത്. ടി മാക്സ് മാക്സിമത്തിൻ്റെ വാല്യൂൻ്റെ ഡബിൾ ആയിരിക്കും കിട്ടും. അപ്പം നമുക്ക് ആദ്യം ഇത് മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് എങ്ങനെ ഈ ഓറഞ്ച് ലൈനിൽ ഈ റെഫറൻസ് ലൈനിലാണ് വേണം നമ്മളെ ഈ പ്രൊട്രാക്ടറിൻ്റെ റെഫറൻസ് ലൈന് 0 ലൈന് വെക്കാൻ. ഇവിടുന്ന് ഇങ്ങനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് അഗെയിൻ 71.8 അങ്ങനെ എന്തോ ആണ്. അല്ല സോറി 71.8 അല്ല, ഇവിടുന്ന് ഗ്രീൻ ലൈൻ അല്ല, ഇവിടുന്ന് ഇങ്ങനെ ഈ മാക്സിമം വരെ ഇവിടുന്ന് 150, 160, 161. എന്ന് പറഞ്ഞ ആംഗിളാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ തീറ്റൻ്റെ വാല്യൂ, അതായത് ഷിയർ സ്ട്രെസ് മാക്സിമം ആവുന്ന തീറ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ആ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു, നമ്മൾ ഈ ഇ കെ എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ലൈനാണ് അല്ലേ, അല്ലെങ്കിൽ അല്ല സിഗ്മ ടി മാക്സിമം കിട്ടുന്ന ഒരു ലൈനാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഓറഞ്ച് ലൈനിൽ നിന്നും ശരിക്കും ഇങ്ങനെയാണ് ഈ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്ന ആംഗിളാണ് പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. പക്ഷേ ഈ റെഫറൻസ് ലൈനിൻ്റെ പിറകിലാണ് ഈ വൈലറ്റ് വാല്യൂ ഉള്ളത്, ചെറിയ വാല്യൂ ഉള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെടുക്കാൻ പോവാണ്. which is equal to ഒരു -18. ദാറ്റ് ഈസ് 2 തീറ്റ 2ൻ്റെ വാല്യൂ -18.5 അങ്ങനെ എന്തെങ്കിലും. അങ്ങനെയാണെങ്കിൽ തീറ്റ 2 is equal to എന്ത് കിട്ടും, -9.25 കിട്ടും. ഇനി നിങ്ങൾക്ക് ഈ ബാക്കിലേക്കുള്ള ലൈൻ തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് ഈ ഓറഞ്ച് ലൈനിനെ റെഫർ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എഴുതാൻ പറഞ്ഞു. ഈ റെഫറൻസ് ലൈനിൽ നിന്ന് ഇതാ ഇങ്ങനെ വന്നിട്ട് ഈ ഇ ജെ എന്ന് പറഞ്ഞ ഈ വാല്യൂ എടുത്താലും മതി. ഇത് 161 എന്താണ് കിട്ടുന്നത്, 161 ഡിഗ്രി. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് എന്താ, 80.5 ഡിഗ്രി. 80.5 ഡിഗ്രി അല്ലെങ്കിൽ -9.25 ഡിഗ്രി ഇതാണ് നമുക്ക് കിട്ടുന്നത്. നോക്കുക, അതാ 80.78ഉം -9.2 ആണ് കിട്ടിയത്. നമുക്ക് അതേ റെഫറൻസ് ലൈൻ കിട്ടി. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ അടുത്ത വാല്യൂസും കണ്ടുപിടിച്ച് ഈ റെഫറൻസ് ലൈനിൽ നിന്ന് മെഷർ ചെയ്യണം. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ഈ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ മെഷർമെൻ്റ് ഒക്കെ പോസിറ്റീവും ബാക്കൊക്കെ എടുക്കുന്നത് നെഗറ്റീവും. ഞാൻ ബാക്കൊക്കെ എടുക്കുന്ന നെഗറ്റീവ് എങ്ങനെ വന്നു എന്ന് വെറുതെ ഒന്ന് കാണിച്ചാണ്. അടുത്ത പ്രോബ്ലത്തിൽ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഇപ്പോൾ ഈ അതായത് മേജറും മൈനറും അതിൻ്റെ മാക്സിമം ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വേണ്ടത് എന്താ, നോർമൽ സ്ട്രെസ്സും ടാൻജൻഷ്യൽ സ്ട്രെസ്സും കറസ്പോണ്ടിങ് ടു ദ പ്ലെയിൻ 45 ഡിഗ്രി. 45 ഡിഗ്രി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. തീറ്റ ഇസ് ഈക്വൽ ടു +45 ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 45 പ്ലെയിനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമലും ടാൻജൻഷ്യൽ സ്ട്രെസ്സും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംഗിൾ എടുക്കണം. ആംഗിൾ ഇവിടെ 45 ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെ മോർ സർക്കിൾ മെഷർ ചെയ്യുമ്പോൾ അത് എന്തെടുക്കണം, 45ൻ്റെ ഡബിൾ എത്രയാ, 90 ഡിഗ്രി. ഞാൻ ഈ റെഫറൻസ് ലൈനിൽ ഓറഞ്ച് ലൈനാണ് നമ്മളെ റെഫറൻസ് ലൈന്. ആ റെഫറൻസ് ലൈനിൽ നമ്മൾ വെച്ചു, നമ്മൾ റേഡിയസ് ആക്കിയെടുത്ത റെഫറൻസ് ലൈനിൽ വെച്ചു. എന്നിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തു. കാരണം എന്താ, 90 ഡിഗ്രി 45 ആണ് തന്നെങ്കിൽ അതിൻ്റെ ഡബിൾ 90 ആയതുകൊണ്ട് ഞാൻ 90 മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഇയിൽ നിന്നും ഈ 90യിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു, ഈ മോർ സർക്കിളിൻ്റെ എൻഡ് വരെ. ഈ പോയിന്റിൻ്റെ പേര് L എന്നെടുത്തു. ഓക്കെ, ഇവിടുന്ന് കറക്റ്റ് ഒരു വെർട്ടിക്കൽ ലൈന് ഈ ഹൊറിസോണ്ടൽ ലൈനിലേക്ക് വരച്ചു. ഈ പോയിന്റിന് ഞാൻ എം എന്ന് പേര് കൊടുത്തു. എം നമ്മളെ 45 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് OM-ന് ഈക്വൽ ആയിരിക്കും. അതേപോലെ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത് ML-ന് ഈക്വൽ ആയിരിക്കും.
ഒ എം എന്ന് പറയുന്നത് ഒ ഇവിടെയാണ്, എം ഇവിടെയാണ്, ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള മെഷർമെൻറ്റ്. ദാറ്റ് ഈസ് അഗെയിൻ 12.1 12 11.9 അങ്ങനെ എന്തോ 11.9 ആണ് കിട്ടിയത്. എം എൽ എന്ന് പറയുന്നത് എന്താ 1.95 1.95. ഇത് യൂണിറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 11.9 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നും ഇത് 19.5 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ എന്നാണ് കിട്ടുക. ഡയറക്റ്റ് എന്ത് ചെയ്തു? ഒ എമ്മും എം എല്ലും ജസ്റ്റ് ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ വരച്ചതാണ്. ഏകദേശം നമ്മളുടെ കറക്റ്റാണ്. 120 കിട്ടേണ്ടടുത്ത് നമുക്ക് 119 എന്നും 20 കിട്ടേണ്ടടുത്ത് നമുക്ക് 19.25. അപ്പോൾ കറക്റ്റാണ്. നമ്മൾ മോർ സർക്കിൾ യൂസ് ചെയ്തിട്ട് ഒറ്റയടിക്ക് ഈ ഒരു സിംഗിൾ പേജിൽ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. ഇനി ചില കേസിൽ നമ്മളോട് സിഗ്മ ആർ കണ്ടുപിടിക്കാൻ പറയലുണ്ട് അല്ലേ. നമ്മൾ സാധാരണ ഇക്വേഷൻ യൂസ് ചെയ്തതിൽ എന്താ സിഗ്മ എൻ സ്ക്വയർ പ്ലസ് സിഗ്മ ടി സ്ക്വയർ ആണ്. അതൊന്നും ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഒ എൽ മെഷർ ചെയ്താൽ മതി. ഒ എൽ എന്ന് പറയുന്നത് എന്താ? ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ മെഷർമെൻറ്റ് ഒ എൽ മെഷർ ചെയ്താൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ റിസൾട്ടൻ്റ് കിട്ടും. എത്രയും നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. ഭയങ്കര സിമ്പിളാണ്. ഒന്ന് മെഷർ ചെയ്യണത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒന്ന് തറവായിട്ടിരുന്ന് നോക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നോട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് ഈ നോട്ട്സ് ഒന്ന് എഴുതിയെടുത്താൽ മതി. മോർ സർക്കിൾ ഹൗ ടു കൺസ്ട്രക്ട്. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള അതേ പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഒന്നുമില്ല, ഇപ്പോൾ ഈ പല ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പ്രൊസീജിയർ എഴുതാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കാൽക്കുലേഷൻ ചെയ്യാനും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊസീജിയർ എഴുതാൻ ചോദിക്കുമ്പോൾ ഷുവറായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് വലിച്ചു വാരി എഴുതുന്ന പകരം നമ്മൾ ഈ റെഫറൻസ് ഫിഗർ ഉണ്ടല്ലോ, ഇതൊന്ന് പോസ് ചെയ്തേക്ക്. ഈ റെഫറൻസ് ഫിഗർ നിങ്ങൾ വരക്കണം. അതിൻ്റെ സൈഡിൽ ഓരോ ടേംസും എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് കറക്റ്റായിട്ട് കാണിക്കണം. ഇതാ ഒ എ ഒ ബി എ സി നമ്മളിവിടെ ഈ സൈഡിൽ എഴുതി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വാല്യൂസും ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇതാണ് മോർ സർക്കിളിൻ്റെ റെഫറൻസ് ഫിഗർ. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം. താങ്ക് യു.